നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ കമേഴ്ഷ്യലൈസേഷൻ വന്നിട്ട് കൊല്ലങ്ങളായി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇത് കമേഴ്ഷ്യലൈസ്ഡ് ആണ്. ഞാൻ കൃത്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആരെപ്പറ്റിയും. ഈ അമേരിക്കയിൽ പോലും ഒരുപാട് ഓപ്പറേഷനുകൾ, ഒരുപാട് ആൻജിയോഗ്രാംസ്, ഒരുപാട് ആൻജിയോപ്ലാസ്റ്റീസ്, ഒരുപാട് ബൈപ്പാസ് സർജറീസ്, പിന്നെ ഒരുപാട് യൂട്രൈൻ സർജറീസ്, സിസേറിയൻസ്, ഇതെല്ലാം തന്നെ ആവശ്യമില്ലാതെ നടക്കുന്നു എന്നുള്ളത് ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ളൊരു എലിഗേഷനാണ്, പുതിയതൊന്നുമല്ല. നമ്മൾക്കും അതിൽ പലയിടത്തും അതിന് എവിഡൻസ് ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇത് തന്നെ ഈ നമ്മുടെ സ്റ്റെൻറ്റിനെ പറ്റിയും ബൈപ്പാസ് ഓപ്പറേഷനെ പറ്റിയും ഞാൻ അതിൻ്റെ കോമേഴ്സിനെ പറ്റി പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ റിയാദിലുണ്ടായിരുന്ന കാലത്ത് അവിടെ ഞങ്ങൾക്ക് ഓവർ ടൈം തരുമായിരുന്നു. രാത്രിയിൽ പോയി ഞങ്ങൾ രോഗികളെ കണ്ടാൽ, രോഗികളെ ചികിത്സിച്ച് കഴിഞ്ഞാൽ 1.5 times ഡേ ടൈം ഞങ്ങൾക്ക് രാത്രിയിൽ സാലറി കിട്ടും. അപ്പോൾ അത് ഓവർ ടൈം തരും. അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു 2-2.5 കൊല്ലക്കാലം അവർ ഓവർ ടൈം വേജസ് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ സാലറീൻ്റെ ഒരു പകുതി ഓവർ ടൈമായിട്ടും കിട്ടുമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ സഡനായിട്ട് അവർ പറഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ ഈ റെക്കോർഡ്സൊക്കെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഓരോ ആൾക്കും എത്ര ഓവർ ടൈം കിട്ടണമെന്ന്. അപ്പോൾ ആ എമൗണ്ട് ഞങ്ങൾ നിങ്ങളുടെ സാലറിയിൽ തന്നെ തന്നേക്കാം, നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഒരു ഓർഡർ ഡയറക്ടർ കൊണ്ട് ഇഷ്യൂ ചെയ്തു. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സിസേറിയൻ 50% കുറഞ്ഞു. അവർക്ക് ഓവർ ടൈം കഴിഞ്ഞാലും കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ സിസേറിയൻ നമ്പർ ഒരു 50% കുറഞ്ഞു പോയി. ആവശ്യമില്ലാതെ ആയിരുന്നു എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഈ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ ജേണലുകളിലെല്ലാം പബ്ലിഷ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് ഇപ്പോൾ ഈ ഓപ്പൺ ഹേർട്ട്, അതായത് മരുന്നിൽ മാറ്റുക എന്നുള്ള ഇത് തുടങ്ങുന്ന സമയത്ത് ഇത്തരം ചികിത്സ ആളുകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പല ഡോക്ടേഴ്സും ഈ ലെവലിൽ ചിന്തിക്കുകയും പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഇല്ലേ? അങ്ങനത്തെ ഒരു ഇത് കൂടി വരുന്നില്ലേ? ഈ 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹൃദ്രോഗത്തെ പറ്റി ബോധവൽക്കരണം നടത്തുന്നതും, ഹൃദ്രോഗം എങ്ങനെ തടയാം, എങ്ങനെ ഹൃദയത്തിനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ചികിത്സിക്കാം എന്നുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഞാൻ ആരംഭിച്ചിട്ട് 30 കൊല്ലത്തിന് കൂടുതലായി. അതുകൊണ്ടാണ് കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയും അതിനു മുമ്പ് റോട്ടറി വഴിയും ഉള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും പല വിദേശ രാജ്യങ്ങളിലും ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു. അന്ന് ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കോവർക്കേഴ്സ് പറഞ്ഞു അതൊരു കുഞ്ഞാലിക്കളിയാണ്, അത് ചുമ്മാ ചെയ്യണയാണ് അദ്ദേഹം, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് അവർ വളരെ ക്ലിയർ ആയിട്ട് പല ആളുകളും പറഞ്ഞായിട്ട് എനിക്കറിയാം. ഒരു അപ്രൂവൽ ഇല്ല. ഇന്ന് അവർ എൻ്റെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാനാണ്. ഈ പബ്ലിക് അവയർനെസ് കൂട്ടാനായിട്ട് ഇന്ന് അവരെല്ലാം എന്നെ അന്ന് കളിയാക്കിയ ആളുകളൊക്കെ ഇന്ന് പബ്ലിക് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണതാണ്, എൻ്റെ അടുത്ത് കോമ്പീറ്റ് ചെയ്യണതാണ് അവർ. മനസ്സിലായില്ലേ? ഇന്ന് അത് ലോകത്തിലൊരു അക്സെപ്റ്റഡ് ഇതാണ്, നോമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവൽക്കരണം അത്യാവശ്യമാണ്. വെസ്റ്റേൺ കൺട്രീസിലും ജപ്പാനിലും ഒക്കെ ഓസ്ട്രേലിയയിലും ഒക്കെ ഹൃദ്രോഗം കുറയാനുള്ള പ്രധാന കാരണം അവിടെ ബോധവൽക്കരണം നടന്നുകൊണ്ടാണ്. ഇന്ത്യയിൽ ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണ് ഹൃദ്രോഗം കൂടിപ്പോയത്. അപ്പോഴാണ് ഞാനിത് ആരംഭിച്ചത്. അന്ന് ആരംഭിച്ചപ്പോൾ ആരും ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്ന. പക്ഷേ ഇന്ന് ഇറ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. ബോധവൽക്കരണം അത്യാവശ്യമാണ്, ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ മരണങ്ങൾ കുറക്കാൻ സാധിക്കുള്ളൂ, ഹൃദ്രോഗം കുറക്കാൻ സാധിക്കൂ എന്നുള്ളത് ഇന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആളുകൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഡോക്ടർമാരുടെ അഡ്വൈസ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ചിലപ്പോൾ പറയും ആൻജിയോഗ്രാമിൻ്റെ അതേ പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ബുദ്ധിമുട്ട് ഒഴിവാകാം ഒറ്റ ഇതിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമാണ് രോഗികൾക്ക് പിന്നെ പെട്ടെന്ന് വേറൊരു ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അവർ എന്നാൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ആ ഒരു ഇത് മാറി
വരണ്ടേ? അത് ശരിക്കും അതിനിപ്പോൾ എന്താ പിന്നെ എന്താ സർക്കാരോ മറ്റോ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ബോധേഡാവണം? എന്താ സാറിൻ്റെ അഭിപ്രായം? അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ സിഡ്നിയിൽ വെച്ചിട്ട് ഒരു വേൾഡ് കോൺഗ്രസ് ഓഫ് കാർഡിയോളജി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. മരുന്ന് കൊണ്ട് ചികിത്സ കൊണ്ടിട്ട് ഹൃദ്രോഗം മാറ്റണോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് മാറ്റണോ എന്നുള്ളതിന്. അതിൽ പങ്കെടുത്തതൊന്ന് ഒരു പ്രഗത്ഭനായ ഇന്ത്യക്കാരൻ കാനഡയിലുള്ള ഒരു പ്രൊഫസറാണ്, പേര് പറയുന്നില്ല ഞാൻ. അതിനെതിരായിട്ടുള്ളൊരു നെതർലാൻഡ്സിലെ വേറൊരു സർജിക്കൽ പ്രൊഫസറുമാണ്. അങ്ങനെ ഡിബേറ്റ് നടന്നു. ഡിബേറ്റിൻ്റെ എൻഡിൽ അത് വോട്ടിലിട്ടപ്പോൾ ഈ കാനഡയിൽ നിന്നുള്ള ഇന്ത്യക്കാരനായ പ്രൊഫസറാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതെങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ നാളെ ഫ്ലൈറ്റിൽ പോവുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി. അപ്പോൾ അവിടെ അത് ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഡോക്ടർ വന്നിട്ട് ഇത് ഹാർട്ടിൻ്റെ അസുഖമാണ്, ഉടനെ ഇത് ലാൻഡ് ചെയ്യണം അടുത്ത സ്റ്റേഷനിൽ, അവിടെ ലാൻഡ് ചെയ്തിട്ട് അവിടെ ഓപ്പറേഷന് പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോലും സമ്മതിച്ചു പോകും. ഇല്ലെങ്കിൽ മരണം ഉണ്ടാവുന്നല്ലേ പറയുന്നത് ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ, ഒരു ഡോക്ടർ പറയുകയാണ് ഇത് ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്തില്ലെങ്കിൽ അപകടമാണെന്ന് പറഞ്ഞാൽ ആരും സമ്മതിച്ചു പോകും ചെയ്യാനായിട്ട്, ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. എന്നിട്ട് പറയണത്, സാറേ അവർ എന്നെ പേടിപ്പിച്ചതുകൊണ്ട് ഞാൻ ചെയ്ത്, എനിക്കൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, എൻ്റെ ഭാര്യയും മക്കളും എന്നെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ചെയ്തത് എന്ന് പിന്നീട്. പക്ഷെ അതുകൊണ്ടിട്ട് ഒരു ശരിക്കുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും സമ്മതിച്ചു പോകും. അതിനൊരു പ്രതിവിധി കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്.